PJ റോസ്ലി എന്ന് പറയണത് ഒഫീഷ്യലി ഇപ്പോഴും എൻ്റെ പേര് PJ റോസ്ലി തന്നെയാണ്. പക്ഷേ സ്റ്റേജ് ഷോസിനൊക്കെ ചെല്ലുമ്പോൾ മിനി, എന്നെ അപ്പച്ചൻ മിനി എന്നല്ലേ വിളിക്കാൻ, മിനിമോളെ എന്നാ വിളിക്കുക, അല്ലെ മോനെ എന്ന് വിളിക്കും. മിനിമോളെ എന്ന് അങ്ങനെ വിളിക്കൽ വളരെ ചുരുക്കമാണ്. പക്ഷെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ മിനി എന്നാണ് പറയാറ് സാധാരണ. ആ അതെ അതെ, അത് ഇളയരാജ സാറ് ചെയ്ത എന്ന് വെച്ചാൽ അവിടെ ചെന്ന് സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മിനി എന്നുള്ള പേര് തമിഴിലില്ല അത്രേ, നിന്റെ പേര് മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് മാറ്റി. ആരെങ്കിലും ചോദിച്ചാൽ മിൻമിനി എന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മിൻമിനി ആയത്. നമുക്ക് എന്തായാലും ഓക്കെ. അതിന് ഏത് പേരിലൊക്കെ എന്തിരിക്കുന്നു, നമുക്ക് പാടിയാൽ മതി. തൃശ്ശൂർ കലാസദനിലൊക്കെ പാടാൻ പോവാറുണ്ട്, എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ പോവും. അപ്പോൾ ചേച്ചിയും ശോഭ ബാലമുരളി, അതായത് അപർണയുടെ മമ്മി, ശോഭ അസലായിട്ട് പാടുന്ന സിംഗറാണ്, അസാധ്യമായിട്ട് പാടും അന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. എന്നുവെച്ചാൽ പാട്ടുകാരാണ് എങ്കിലും ഒരാളുടെ പാട്ടിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പാടും. അപ്പം ഞങ്ങളുടെ മൈനസ് അവർക്ക് മനസ്സിലാവും, അവരുടെ മൈനസ് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അത് എനിക്ക് എറണാകുളത്ത് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു അനുഭവം. അതെനിക്ക് തൃശ്ശൂരിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ആ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പും ഞങ്ങളുടെ ഇടയിൽ അന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഫിലിപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഫിലിപ്പ് ഭയങ്കര ഒരു വലിയ മ്യൂസീഷ്യനാണ്. ഫിലിപ്പ് മരിച്ചുപോയി, തബല വിദ്വാനൊക്കെ ആയിരുന്നു, ഒരുപാട് മ്യൂസിക്കിനെ കുറിച്ച് അറിവുള്ള ആളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല പഴയ ഹിന്ദി പാട്ടുകൾ അല്ലെങ്കിൽ ഗസൽസ്, ആഷാജിയുടെ ഗസൽസൊക്കെ എന്നെ കൊണ്ട് ഉണ്ണീന്നാണ് എന്നെ വിളിക്കുക. നീ ഇത് പഠിക്കുണ്ണിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരും കാസറ്റ്. അപ്പം ഞാനതൊക്കെ പഠിക്കും, ചേച്ചിയും പഠിക്കും. ഞങ്ങളവിടെ ഗസൽ പ്രോഗ്രാംസൊക്കെ നടത്തിയിട്ടുണ്ട് തൃശ്ശൂർ. പിന്നെ ചേച്ചിയുടെ ഇത് പറയാൻ, ചേച്ചി അവിടെ പഠിച്ചു. ഗാനഭൂഷൺ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഈ ഗാനമേളകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി കുറച്ച് നാൾ, ഞാൻ CACന്ന് ചെന്നൈയിലേക്ക് പോയല്ലോ, CAC ഓർക്കസ്ട്രയിൽ പാടാൻ ആളില്ല. അപ്പോൾ ചേച്ചി കുറച്ച് നാൾ എനിക്ക് വേണ്ടി ചേച്ചി അവിടെ CACയിൽ പോയിരുന്നു. അതിനുശേഷം ചെന്നൈക്ക് വന്നു. പിന്നെ കുറേ എൻ്റെ കൂടെ മിക്കവാറും റെക്കോർഡിങ്സിനൊക്കെ ചേച്ചി വരുമായിരുന്നു. ചേച്ചി രാജസാറിൻ്റെ അടുത്ത് വോയിസ് ടെസ്റ്റിന് ചെന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക, പാടാൻ പറഞ്ഞിട്ട് പാടാൻ പേടിച്ചിട്ട് ഇരിക്കാൻ പോലും പറ്റണില്ല ചേച്ചി രാജസാറിൻ്റെ അടുത്ത്. കാരണം എന്താണെന്നറിയോ, നേരത്തെ പറഞ്ഞ അറിവ് ചേച്ചിക്ക് അറിയാം, ഇളയരാജ ആരാണെന്നറിയാം. ഇളയരാജ ആരാന്നറിയാം. അപ്പം ഈ പാട്ടൊക്കെ എങ്ങനെ ഉണ്ടാവണേന്നറിയാം. ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അവിടെ. ആളുടെ പേടി കാരണം ആൾക്ക് പാടാനേ പറ്റിയില്ല. അങ്ങനെ ഒരാളാണ് ചേച്ചി. പക്ഷെ ചേച്ചി മ്യൂസിക് ടീച്ചറാണ്. എനിക്ക് മ്യൂസിക് അക്കാഡമി ഉണ്ട് ഇവിടെ കാക്കനാട്, ജോയ്സ് അക്കാഡമി. അപ്പോൾ ചേച്ചി കുറച്ച് നാൾ അവിടെ പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ ചേച്ചി താമസം കൊടുങ്ങല്ലൂരാണ്. അപ്പം ഫാദറിനിലും ഇപ്പോൾ കുറച്ച് വീക്കായി തുടങ്ങിയപ്പോൾ ചേച്ചി ഇവിടുത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ നമുക്ക് വേറെ ടീച്ചറാണ്, പക്ഷേ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ മ്യൂസിക് ടീച്ചറാണ്. സ്വാഗതത്തിൽ പാടിയതിനു ശേഷം ഒരുപാട് നല്ല മലയാള പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത് സ്വാഗതത്തിൽ പാടിയതിന് ശേഷമല്ല, അതിന് മുമ്പല്ല. സ്വാഗതത്തിൽ പാടിയതിന് ശേഷം ഞാനൊരു 2-3-4 പടമാണെന്ന് തോന്നുന്നു. 2 മോഹൻ സിത്താരയുടെ പടങ്ങൾ, മോഹൻ സിത്താരയുടെ 2 പടം, പിന്നെ പെരുമ്പാവൂർജി സാറിൻ്റെ ഒരു പടം. അങ്ങനെ വളരെ കുറച്ച് പടങ്ങളെ പാടിയിട്ടുള്ളൂ. പക്ഷെ അത് ആ പടങ്ങൾ ഇറങ്ങിയോന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് വരെ പോയി പാടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്
അന്നത്തെ കാലത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവിടെ അതുപോലെ നമുക്ക് റെക്കോർഡിങ്സ് ആണ് ഡെയിലി പ്രോഗ്രാംസും. അത് ചെന്നൈയിൽ രാജാ സാറ് വിളിച്ച് ചെന്നിട്ട് അതിനുശേഷമാണ് നീലരാവിലൊക്കെ എല്ലാ പാട്ടുകളും അതിനുശേഷം. ഉടനെ തന്നെ രാജാ സാറിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു? ഇല്ല, ഇൻ ബിറ്റ്വീൻ ലൈഫ് എങ്ങനെയായിരുന്നു? ഇൻ ബിറ്റ്വീൻ ഇത് തന്നെ. നമുക്ക് എറണാകുളത്ത് ഡെയിലി റെക്കോർഡിംഗ് ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്, അങ്ങനെ പോയി. അപ്പൊ സിനിമയിൽ അതാ ഞാൻ പറഞ്ഞത്, സിനിമയിൽ പാടണം, ഇനിയും പാടണം എന്നുള്ള ഒരു ആഗ്രഹം വരണ്ടേ? നമുക്കറിയില്ലല്ലോ അത് വേറൊരു ലോകമാണെന്ന്. നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സമയമില്ല, അതാണ് സത്യം. പിന്നെ പറഞ്ഞു തരാനോ അങ്ങനെ ഒരു അവിടെ പോയ എങ്ങനെയായിരിക്കും അത് നമുക്കൊരു എന്താ പറയാ, ഒരു നമുക്ക് ഫ്രണ്ട്ഷിപ്പിൽ കുറച്ച് അറിവ് കിട്ടണു എന്ന് പറഞ്ഞാൽ തന്നെ സംസാരിക്കണ്ടേ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലല്ലേ ഓരോ കാര്യങ്ങളെ കുറിച്ച് അറിയുള്ളൂ. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമയമില്ല. അതായത് ബുക്ക് കിട്ടും, പാട്ട് എഴുതും, പാട്ട് പഠിക്കും, അത് പ്രാക്ടീസ് ചെയ്യും, പാടും, അടുത്ത പാട്ട് എഴുതും, പാട്ട് പഠിക്കും. ഇതായിരുന്നു ഞാൻ. രാത്രി 9 മണിക്ക് സ്റ്റുഡിയോ കയറിയാൽ രാത്രി 9 മണി വരെ ഇതാണ് ഞാൻ. അപ്പം എനിക്ക് എവിടെയാണ് വേറൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ സമയം ഇല്ല. അന്നേ വളരെ ബിസിയായിരുന്നു. ചെന്നൈയിലേക്കുള്ള യാത്ര നാട്ടിലായിരിക്കുമ്പോൾ ഗാനമേളകൾ ഉണ്ടല്ലോ. അപ്പോൾ ചെന്നൈയിലാണ് മിക്ക പ്ലേബാക്ക് സിംഗേഴ്സും താമസം അന്നൊക്കെ. ഉണ്ണിമേനൻ, പി ജയചന്ദ്രൻ അങ്കിള്, കൃഷ്ണേന്ദ്രൻ ചേട്ടൻ, മർക്കോസേട്ടൻ നാട്ടിലാണ്, മർക്കോസേട്ടൻ, ജോളി ഇബ്രഹാം ചേട്ടൻ. അപ്പോൾ ഇവരുടെയൊക്കെ പ്രോഗ്രാംസിന് എന്നെ വിളിക്കാറുണ്ട് ഇവിടെ നാട്ടിൽ വരുമ്പോൾ, സ്റ്റേജ് ഷോസിന്. അപ്പം അങ്ങനെ ഒരു ദിവസം, ഒരു ജനുവരി 1-ാം തീയതി, അതായത് 91 ജനുവരി 1-ാം തീയതി പാലക്കാട് ഒരു ഷോ. അത് CSCയുടെ ഓർക്കസ്ട്ര, ജെറി അമൽദേവ് സാറിൻ്റെ പാട്ടുകൾ. അപ്പം അതിന് പാടാനായിട്ട് കൃഷ്ണേന്ദ്രൻ ചേട്ടൻ വന്നു. അപ്പോൾ കൃഷ്ണേന്ദ്രൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓ മിനീനെ ഇളയരാജയൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇളയരാജ അതാ അത്ര പോലും അറിയില്ല. അങ്ങനെ ഞാൻ ചോദിച്ചില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഇളയരാജ അതാരാണോ എന്ന് വിചാരിച്ചു. പക്ഷെ കൃഷ്ണേന്ദ്രൻ ചേട്ടൻ അപ്പച്ചൻ്റെ അടുത്ത്, എന്നോട് അത്രേ പറഞ്ഞുള്ളൂ, അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ജയേട്ടൻ എത്ര ദിവസമായി നിങ്ങളെ വിളിക്കണു കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി, എങ്ങനെയെങ്കിലും അപ്പച്ചൻ എത്രയും പെട്ടെന്ന് മിനിനെയും കൊണ്ട് ചെന്നൈയിലെത്തണം എന്ന് ആദ്യത്തെ ദൂത് കൊണ്ടുവന്നത് കൃഷ്ണേന്ദ്രൻ ചേട്ടനാണ്. അപ്പോൾ അപ്പച്ചി പറഞ്ഞു, അങ്ങനെ എല്ലാ ദിവസവും പ്രോഗ്രാംസും റെക്കോർഡിങ്സും അല്ലേ, അപ്പോൾ എൻ്റെ ചെറിയ രാജ്യത്തിൽ ഞാൻ അങ്ങനെ ബിസിയല്ലേ, അപ്പം അങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് പോകൽ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. എന്തായാലും ജയേട്ടനെ വിളിക്കുമെന്ന് പറഞ്ഞ് നമ്പർ എഴുതി കൊടുത്തു. അങ്ങനെ അപ്പച്ചി പിറ്റേ ദിവസം ജയനങ്ങളിനെ വിളിച്ചു. ജയനങ്ങളിനെ വിളിച്ചപ്പോൾ അങ്കിള് ഭയങ്കര ദേഷ്യം, എത്ര ദിവസമായി ഞാൻ വിളിക്കണു എന്നൊക്കെ അപ്പച്ചെടുത്ത്, എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്താൻ നോക്കണം ചെന്നൈക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ CSCയിൽ പാടാനായിട്ട് ആരെങ്കിലും ഏൽപ്പിക്കണമല്ലോ, അപ്പോൾ ആരെയും കിട്ടാനില്ല. അപ്പോൾ അവസാനം അങ്ങനെയാണ് എൻ്റെ ചേച്ചി CSCയിലേക്ക് പാടാൻ വന്നത്. ജനുവരി 20-ാം തീയതി വരെ കണ്ടിന്യൂസ് പ്രോഗ്രാംസാണ്. അതിനുശേഷമാണ് ഞാൻ അത് ഈ ഓർക്കസ്ട്രയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടിട്ടായിരിക്കും അടുത്ത പ്രോഗ്രാം നമ്മളെ ഏൽപ്പിക്കാൻ വരിക. അപ്പോൾ അവർ അന്ന് പാടിയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമല്ലോ. അങ്ങനെയാണ് മിക്ക പ്രോഗ്രാംസും ബുക്ക് ചെയ്യുക. അപ്പം ഞാനില്ല എന്നുള്ളൊരു ഇത് വരുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ ആ ഒരു പേടി കൊണ്ട് നമ്മൾ ഏറ്റ പ്രോഗ്രാംസ് മുഴുവനും ഇവിടെ പാടി കഴിഞ്ഞിട്ടാണ് ചെന്നൈക്ക് പോയത്. അങ്ങനെയാണ് സിനിമയിൽ എത്തിയത്. അയ്യോ, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കുറെ. ആൾക്കാർക്ക് ബോറടിക്കൂലേ? ഇല്ലേ?
ആദ്യമായിട്ട് രാജസാറിൻ്റെ അടുത്ത് ചെല്ലുന്നതിന് മുൻപ് ജെറിമാഷിൻ്റെ വീട്ടിലേക്കാണ്. മാഷിൻ്റെ പാട്ടുകൾ പാടാൻ ഞാൻ 2 പ്രാവശ്യം ചെന്നൈക്ക് പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ചുവന്ന അങ്കി, താണ്ഡവം എന്നുള്ള 2 സിനിമകൾ, പിന്നെ കുറേ ഭജൻസ്, ഡിവോഷണൽസ് ഒക്കെ പാടാൻ മാഷിൻ്റെ വർക്കിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ താമസിക്കുന്ന മാഷിൻ്റെ വീട്ടിലാണ്. അപ്പം അങ്ങനെ ഒരു പരിചയം മാഷിൻ്റെ വീടുമായിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ ചെന്നു. ഞങ്ങൾ ചെന്ന് ഫ്രഷായി കഴിഞ്ഞപ്പോഴേക്കും ജയനങ്ങൾ അവിടെ വന്നു. അങ്ങനെ ജയനങ്ങൾ വന്ന് രാജസാറിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കാം. ഞാൻ റൂമിലിരിക്കുകയാണ്. അങ്കിളും അപ്പച്ചനും ജെറിമാഷും കൂടി സംസാരിച്ചു കഴിഞ്ഞ് എൻ്റെ അടുത്ത് എന്നെ വിളിച്ചു. മോളെ ഏത് പാട്ടാണ് പാടാൻ പോണത്? സാറ് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാടും എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞിങ്ങനെ. അപ്പം ജയനങ്ങൾ കേട്ടിട്ടില്ല, ഞാൻ വലംപിരിശങ്കിൽ പാടി കേട്ടിട്ടില്ല, മാഷും കേട്ടിട്ടില്ല, ജെറിമാഷും. അപ്പോൾ അതൊന്ന് പാടാൻ പറഞ്ഞു. ഞാനത് പാടിക്കഴിഞ്ഞപ്പോൾ 2 പേരും ഇരിക്കുകയാണ്. ഇത് ആദ്യം ഇത് പാടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ജയനങ്ങൾ എൻ്റെ പാട്ട് കേട്ടത് ഷൺമുഖപ്രിയരാകുമോ എന്നുള്ളൊരു പാട്ട്, നമ്മുടെ അരുന്ധതി ചേച്ചി പാടിയ പാട്ട്. ഞാൻ സ്റ്റേജിൽ പാടുന്നത് ഏതൊരു വീഡിയോ കാസറ്റ്, ഞാൻ പണ്ട് ഗൾഫിൽ പോയ ഒരു കാസറ്റ് അങ്കിള് കണ്ടിട്ടുണ്ട്. അത് ഓർത്തിട്ടാണ് അങ്കിള് പറഞ്ഞത് ആ പാട്ടൊന്ന് പാടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് പാടി. പാടി കഴിഞ്ഞപ്പോൾ അങ്കിള് പറഞ്ഞു, 2ാമത് പാട്ട് പാടാൻ പറഞ്ഞാൽ ഇത് പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്നു. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ആ മതിൽക്കെട്ടിന് പുറത്ത് റോഡ് സൈഡിൽ കുറേ ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. അപ്പോൾ അങ്കിൾ എൻ്റെ അടുത്ത് ഇത് കണ്ട ഈ ആൾക്കാരെയൊക്കെ? കണ്ട്. ഇതൊക്കെ ഇളയരാജ അതിലെ പോകുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടി നിൽക്കണതാണ്. അപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല. തോന്നാത്തതിൻ്റെ കാരണം നമുക്ക് അതിൻ്റെ ഗൗരവം അറിയില്ല, അതാണ്. പിന്നെ പോണ വഴിക്കൊക്കെ രാജാസാറിൻ്റെ വലിയ 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 കട്ടൗട്ടൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ്, വലിയ സൈസിൽ. അത് നമ്മൾ വിചാരിക്കുന്ന ചെറിയൊരു സൈസൊന്നുമല്ല. നമ്മൾ ശരിക്കും ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ നോക്കിയാൽ പറ്റില്ല, ഇങ്ങനെ നോക്കണം. അത്രയും വലിയ സൈസിലാണ് അതൊക്കെ വെച്ചേക്കണം റോഡിൻ്റെ സൈഡിലൊക്കെ. അപ്പം അങ്ങനെ അവിടെ ചെന്നു. നേരെ രാജാസാറിൻ്റെ കമ്പോസിങ് റൂമിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അവിടെ ചെന്നു. സാറ്, വാലി സാറ്, ഗംഗാമരൻ സാറ്, രാജാസാറ്, പിന്നെ അപ്പച്ചൻ, ഞങ്ങളൊക്കെ ഇരിക്കാൻ പറഞ്ഞു. ഞാനവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് ഒരു കീർത്തനം പാട്. അപ്പം എനിക്ക് കീർത്തനം അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്കിള് എന്തൊക്കെയോ പറയണ്ടേ, എനിക്കൊന്നും മനസ്സിലായില്ല. പറഞ്ഞു തെരിഞ്ച പാട്ട് പാടുമെന്ന് പറഞ്ഞു. അങ്ങനെ വലംപിരിശങ്കിൽ പാടി കഴിഞ്ഞപ്പോൾ മുഴുവനും കേട്ടിരുന്നു. ഇത് നീ എത്ര പ്രാവശ്യം കേട്ടാണ് പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അത് പഠിച്ച കഥ പറഞ്ഞാൽ അത് വേറെ കഥ പറയേണ്ടി വരും. അന്ന് ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല, വയറിംഗ് ഒക്കെ കഴിഞ്ഞ് കണക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ മേലെയുള്ള 2-3 വീടുകൾക്ക് അപ്പുറമുള്ള ഒരു വീട്ടിൽ വരെയുള്ളൂ കറണ്ട്. അവിടെ ഇരുന്ന് അവിടുത്തെ ചേട്ടന്മാർ പാട്ട് ഉറക്ക വയ്ക്കും, ഞാനിവിടെ ഇരുന്ന് പഠിക്കും. ഞാൻ മുറ്റത്തിരുന്നാൽ ശരിക്കും കേൾക്കാം. അപ്പോൾ അങ്ങനെ പഠിച്ചതാണ് ഞാൻ ആ പാട്ട്. അതൊന്നും സാറിനോട് പറഞ്ഞില്ല. ഞാൻ 3-4 പ്രാവശ്യം കേട്ട് പഠിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വേറൊരു പാട്ട് പാടുന്നു. അങ്ങനെ ഷൺമുഖപ്രിയരാകും ഫുള്ള് പാടി. 2 പാട്ടും കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി നാട്ടിക്ക് പോക വേണ്ട. അയ്യോ, ഭയങ്കര വിഷമായി. എന്നുവെച്ചാൽ നാട്ടിലിങ്ങനെ ഡയറിയിൽ ഡേറ്റ് അടക്കം എഴുതിയിട്ടൊക്കെ അല്ലേ, ഇത്രയും പ്രോഗ്രാംസ് ഇല്ലേ. അപ്പം അപ്പച്ചിയുടെ അടുത്ത് ഞാൻ അപ്പച്ചി, അപ്പോൾ സാറിനോട് അപ്പച്ചൻ പറഞ്ഞു സാറ് പറയണ പോലെ ചെയ്യാൻ എന്ന് പറഞ്ഞു.
അതാണ് എൻ്റെ തുടക്കം. അറിയാം, എന്നോട് മനഃപൂർവ്വം പറയാത്തതായിരിക്കും, ഞാൻ പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതൊന്നും എന്നോട് ഇതുവരെ മരണം വരെ അതൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല.